1999 ജനുവരി 22 അർദ്ധരാത്രി ഓസ്ട്രേലിയൻ ക്രിസ്ത്യൻ മിഷണറി ആയിരുന്ന ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളെയും തീവ്ര ഹിന്ദുത്വവാദികൾ ചുട്ടുകൊല്ലുന്നു. അയോധ്യയിലെ ബാബരി മസ്ജിദ് തകർത്തെടുത്ത് നിർമ്മിക്കുന്ന രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയുടെ ആഘോഷങ്ങൾ നടക്കുന്ന ഇന്നേ ദിവസം രാജ്യത്തെ നടുക്കിയ ആ ക്രൂരതയുടെ ഓർമ്മകൾക്ക് 25 വർഷം തികയുകയാണ്. ആരായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസ്? എന്തിനായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളെയും ഹിന്ദുത്വവാദികൾ ചുട്ടുകൊന്നത്? 1965 24 വയസ്സിലാണ് മിഷണറി പ്രവർത്തനങ്ങൾക്കായി ഗ്രഹാം സ്റ്റെയിൻസ് ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലെത്തുന്നത്. ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ ഇവാഞ്ചലിക്കൽ മിഷണറി സൊസൈറ്റി കേന്ദ്രീകരിച്ചായിരുന്നു ഗ്രഹാമിന്റെ പ്രവർത്തനം. തുടക്കകാലത്ത് ആദിവാസികൾക്കിടയിലായിരുന്നു ഗ്രഹാം പ്രവർത്തിച്ചത്. പിന്നീട് 1982 ഇവാഞ്ചലിക്കൽ മിഷണറി സൊസൈറ്റി മയൂർഭഞ്ചിലെ പാരിബാഡ മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ച് കുഷ്ഠരോഗികൾക്കായി ഒരു ശുശ്രൂഷ കേന്ദ്രം ആരംഭിക്കുകയും ഗ്രഹാം അതിന്റെ നടത്തിപ്പ് ഏറ്റെടുക്കുകയുമായിരുന്നു. ശുശ്രൂഷ കേന്ദ്രത്തിൽ ഒഡീഷ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ ചികിത്സ തേടിയിരുന്നു. സുഖം പ്രാപിച്ച രോഗികളെ രാജവാസ ഗ്രാമത്തിൽ പുനരധിവസിപ്പിക്കുകയും ചെയ്തിരുന്നു. 1981 ഗ്രഹാം സ്റ്റെയിൻസ് മിഷണറി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗ്ലാഡീസിനെ പരിചയപ്പെടുന്നത്. പിന്നാലെ 1983 ഇവർ വിവാഹിതരാവുകയും ചെയ്തു. 3 കുട്ടികളാണ് ഗ്രഹാം സ്റ്റെയിൻസ് ഗ്ലാഡീസ് ദമ്പതികൾക്കുണ്ടായിരുന്നത്: എസ്തറും ഫിലിപ്പും തിമോത്തിയും. കുടുംബത്തോടൊത്ത് 30 വർഷത്തോളമായി ആദിവാസികൾക്കും കുഷ്ഠരോഗികൾക്കുമിടയിൽ അവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസ്. അങ്ങനെയിരിക്കെ 1999 ജനുവരി 22 ഒഡീഷയിലെ മനോഹർപൂരിലെ മയൂർഭഞ്ചിൽ ഒരു ജംഗിൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നതിന് 2 ആൺമക്കളുമൊത്ത് ഗ്രഹാം യാത്ര തിരിച്ചു. ഊട്ടിയിലെ സ്കൂളിൽ പഠിക്കുന്ന ഫിലിപ്പും തിമോത്തിയും വെക്കേഷൻ എത്തിയതായിരുന്നു. പ്രദേശത്തെ ക്രിസ്ത്യാനികൾക്കുള്ള വാർഷിക സമ്മേളനം കൂടിയായിരുന്നു ജംഗിൾ ക്യാമ്പ്. ക്യാമ്പിലേക്കുള്ള യാത്രക്കിടെ കെന്ദ്രൂജാർ ഗ്രാമത്തിലൂടെ രാത്രിയിൽ സഞ്ചരിക്കുന്നതിനിടെ കഠിനമായ തണുപ്പു കാരണം ഗ്രഹാമും കുട്ടികളും വഴിയരികിൽ വണ്ടിയൊതുക്കി ഉറങ്ങി. ഇതിനിടെ 50ഓളം ബജ്രംഗ് ദൾ പ്രവർത്തകർ സംഘടിച്ച് മാരകായുധങ്ങളുമായി പ്രദേശത്തെത്തുകയും അവരുടെ വാഹനം ആക്രമിക്കുകയും പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ചെയ്തു. ഉറക്കത്തിലായിരുന്ന ഗ്രഹാമും കുട്ടികളും രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അക്രമിക്കൂട്ടം അവരതിന് സമ്മതിച്ചില്ല. ജനുവരി 22 അർദ്ധരാത്രി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മൂവരും കൊല്ലപ്പെട്ടു. കൊല്ലപ്പെടുമ്പോൾ ഗ്രഹാമിന് 58 വയസ്സായിരുന്നു. മൂത്ത മകൻ ഫിലിപ്പിന് 10 വയസ്സും തിമോത്തിക്ക് 7 വയസ്സും പ്രായം. മതപരിവർത്തനം ആരോപിച്ചായിരുന്നു ഹിന്ദുത്വവാദികൾ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകനായ ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളെയും ചുട്ടുകൊന്നത്. ബാരിപാടയിലെ കുഷ്ഠരോഗികളെ സേവിക്കുന്നതിൽ വ്യാപൃതനായ ഗ്രഹാം സ്റ്റെയിൻസ് പ്രസംഗത്തിലൂടെയും മറ്റും ആദിവാസികളെ ക്രിസ്തുമതത്തിലേക്ക് മതം മാറ്റുന്നുവെന്നായിരുന്നു അക്രമികളായ ഹിന്ദുത്വവാദികളുടെ പ്രധാന ആരോപണം. എന്നാൽ പിന്നീട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച വാധ്വ കമ്മീഷൻ നിർബന്ധിത മതപരിവർത്തനം നടന്നിട്ടില്ലെന്ന് കണ്ടെത്തി. BJP നേതാവും അന്നത്തെ പ്രധാനമന്ത്രിയുമായ അടൽ ബിഹാരി വാജ്പേയിയും ആക്രമണത്തെ അപലപിച്ചു. ലോകത്ത് നടന്ന കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും ക്രൂരമായ ഒന്നാണെന്നാണ് അന്നത്തെ രാഷ്ട്രപതി KR നാരായണൻ സംഭവത്തെ അപലപിച്ചുകൊണ്ട് പറഞ്ഞത്. അന്ന് രാജ്യം തുടങ്ങിയ കൊടും ക്രൂരതയ്ക്ക് നേതൃത്വം നൽകിയത് ബജ്രംഗ് ദൾ പ്രവർത്തകനായ ദാരാ സിംഗ് ആണ്. 2003 ദാരാ സിംഗും കൂട്ടരും കുറ്റക്കാരാണെന്ന് ഭുവനേശ്വറിലെ വിചാരണ കോടതി കണ്ടെത്തി. പിന്നാലെ ദാരാ സിംഗിനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും കൂട്ടാളികൾക്ക് ജീവപര്യന്തം ശിക്ഷ നൽകുകയും ചെയ്തു. എന്നാൽ 2005 ഒഡീഷ ഹൈക്കോടതി ദാരാ സിംഗിന്റെ വധശിക്ഷ ജീവപര്യന്തമായി ഇളവ് ചെയ്തു. ചുട്ടുകൊല്ലപ്പെട്ടെങ്കിലും ദരിദ്രരായ ആദിവാസികളെ മതപരിവർത്തനം ചെയ്യുന്ന ഗ്രഹാം സ്റ്റെയിനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നതായിരുന്നു ആക്രമികളുടെ ഉദ്ദേശം എന്നായിരുന്നു ശിക്ഷ ഇളവ് ചെയ്ത വിധിയിൽ ഒഡീഷ ഹൈക്കോടതി പറഞ്ഞത്. 2011 ജനുവരി 21 സുപ്രീം കോടതിയും ഹൈക്കോടതി വിധി ശരിവെച്ചു. കുറ്റകൃത്യം അപൂർവങ്ങളിൽ അപൂർവമായ വിഭാഗത്തിൽ പെടുന്നില്ലെന്ന ഒഡീഷ ഹൈക്കോടതിയുടെ കണ്ടെത്തലിനെ സുപ്രീം കോടതി അംഗീകരിക്കുകയായിരുന്നു. 76 പേജുള്ള വിധിന്യായത്തിൽ മതം മാറ്റ സമ്പ്രദായത്തിനെതിരെ കോടതി രംഗത്തെത്തുകയും ചെയ്തു. വ്യാപകമായ വിമർശനം ഉയർന്നതോടെ 4 ദിവസത്തിനു ശേഷം 2011 ജനുവരി 25 സുപ്രീം കോടതി മതപരിവർത്തനങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വിധിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. അതേസമയം ഗ്രഹാമിന്റെയും മക്കളുടെയും കൊലപാതകത്തിന് ശേഷവും കുഷ്ഠരോഗികൾക്കുള്ള ശുശ്രൂഷ ഏറ്റെടുത്ത ഗ്ലാഡീസ് 5 വർഷം കൂടി ഇന്ത്യയിൽ പ്രവർത്തിച്ചു. ഭർത്താവിന്റെ സ്മരണയ്ക്കായി ബാരിപാടയിൽ ഗ്രഹാം സ്റ്റെയിൻ മെമ്മോറിയൽ ആശുപത്രിയും ഗ്ലാഡീസ് സ്ഥാപിച്ചു. പിന്നാലെ 2004 മകളുടെ പഠനത്തിനായി അവർ ഓസ്ട്രേലിയയിലേക്ക് മടങ്ങി. തുടർന്ന് 2005 ആതുര സേവന രംഗത്തെ സമാനതകളില്ലാത്ത പ്രവർത്തനത്തിന് രാജ്യം ഗ്ലാഡീസിനെ പത്മശ്രീ നൽകി ആദരിച്ചു. 2016 സാമൂഹ്യ നീതിക്കുള്ള മദർ തെരേസ അവാർഡും ഗ്ലാഡീസിന് ലഭിച്ചു. 2019 ഗ്രഹാമിന്റെയും കുട്ടികളുടെയും കൊലപാതകം ആസ്പദമാക്കി ദ ലീസ്റ്റ് ഓഫ് ദിസ് ദ ഗ്രഹാം സ്റ്റെയിൻ സ്റ്റോറി എന്ന സിനിമ ഇന്ത്യയിൽ പുറത്തിറങ്ങി. ലോകം നടുങ്ങിയ കൊടും ക്രൂരതയ്ക്ക് 2.5 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും മതവർഗീയത രാജ്യത്ത് കൊടികുത്തി വാഴുകയാണ്.
ഇതേ ദിനം തന്നെ രാജ്യത്തെ മതേതരത്തിനേറ്റ മറ്റൊരു ക്ഷതത്തെ ആഘോഷിക്കാൻ സംഘപരിവാർ തെരഞ്ഞെടുക്കുമ്പോൾ ഗ്രഹാമിനെയും കുടുംബത്തെയും ഓർക്കാതെ കടന്നു പോകാനാകില്ല.